ഹലോ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ലായനികൾ എന്നുള്ള പാഠാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ലായനികൾ എന്നുള്ള ലായനികളുടെ സവിശേഷത, എങ്ങനെയാണ് ലായനിയിൽ ലീനത്തിന്റെ അളവുകൾ മെഷർ ചെയ്യുന്നത്, വിവിധ തരം ലായനികള് അല്ലെങ്കിൽ പരലുകൾ രൂപപ്പെടുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലായനികൾ എന്നുള്ള ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം, മെയിൻ ഭാഗം, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ലയത്വം. ലയത്വം അഥവാ സോലുബിലിറ്റി. ലയത്വം അഥവാ സോലുബിലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലായനിയുടെ ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. വിവിധ തരം ലായനി എങ്ങനെ അളക്കുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സോലുബിലിറ്റി അഥവാ ലയത്വം. നിങ്ങൾ ഇതൊക്കെ 8th പഠിക്കുന്നുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ. അതിൽ കൂടുതലായിട്ട് പുതിയ കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. അവിടെ പഠിച്ചതിൽ കുറച്ചധികം പുതിയ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നന്നായി പഠിക്കണം. ഇതിന്റെ കണ്ടിന്യൂഷൻ വലിയ ക്ലാസ്സിലും വരുന്നതാണ്. അപ്പൊ നമുക്ക് ലയത്വം എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ? നോക്കാം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിന്റെ ലയത്വം. മനസ്സിലായോ? ഇപ്പൊ പൂരിതമാക്കുക എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂരിത ലായനി പറഞ്ഞതാ, അപൂരിത ലായനി പറഞ്ഞതാ, അതുപോലെ അതിപൂരിത ലായനിയും പറഞ്ഞതാ. അപ്പൊ പൂരിതമാക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. നമുക്ക് നോക്കാം. പൂരിതമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ലയിക്കുന്നതിന്റെ പരമാവധി അളവിലെത്തിക്കുക. വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാല്, ലീനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലയിക്കൂല, അടിയിൽ എന്താ അവിശുദ്ധായിട്ട് രൂപപ്പെടുക. അപ്പൊ അതിൽ ലയിക്കാവുന്നതിന്റെ മാക്സിമം പരമാവധി അളവാണെന്ത്? അളവിലുള്ള ഒരു ലായനിയാണ് നമ്മൾ എന്ത് പറയാ? പൂരിത ലായനി എന്ന് പറയാം. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു നിശ്ചിത താപനിലയിൽ എന്ന് പറഞ്ഞാൽ ഒരേ താപനിലയിൽ 100 ഗ്രാം ലായകത്തെ ലായകാണ് 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ ഗ്രാമിലുള്ള അളവ്. അതായത് പൂരിതമാക്കാൻ, ഒരു ലായകത്തെ പൂരിതമാക്കാൻ, അതായത് പൂരിതമാക്കാൻ പറഞ്ഞാൽ എല്ലാം ലയിച്ചിട്ട് അടിയിൽ കുറച്ച് അവശക്തമായിട്ട് ലയിക്കാതെ കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ പൂരിതം. അപ്പൊ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ അളവ്. അപ്പൊ എത്ര ലീനം ഇടുമ്പോഴാണ് ഇത് പൂരിതമാക്കുന്നത്? ആ ലീനത്തിന്റെ അളവില്ലേ? ഇപ്പൊ 1 സ്പൂൺ ഇട്ട് അത് പൂരിതമായില്ല, 2 സ്പൂൺ ഇട്ടപ്പോ പൂരിതമായി. ആ 2 സ്പൂൺ എന്ന് പറയുമ്പോ എത്ര ഗ്രാം ആണ്? ലീനത്തിന്റെ എത്ര അളവ് ലീനിട്ടപ്പായിരിക്കും അത് ലയിക്കാതെ കിടന്നത്? പൂരിതമായിട്ടുണ്ടാവുക. ആ ലീനത്തിന്റെ ഒരു അളവില്ലേ, ആ അളവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലയത്വം. ലയത്വം എന്ന് പറയുന്നത് ആ ഒരു അളവിനെയാണ് നമ്മൾ ലയത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നോക്കാം. പദാർത്ഥത്തിന്റെ സ്വഭാവം നോക്കണേ. പദാർത്ഥത്തിന്റെ സ്വഭാവം ലയത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്താണ് പദാർത്ഥത്തിന്റെ സ്വഭാവം? ലയത്തെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ പഞ്ചസാര 2 ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഒന്നിൽ ഉപ്പിട്ട് രണ്ടും മിക്സ് ചെയ്ത് രണ്ടും ഒരുപോലെ ആയിരിക്കും ലയിക്കുക. രണ്ടിന്റെ പൂരിത ലായനി ഉണ്ടാക്കാൻ ആവശ്യമായ ലീനത്തിന്റെ അളവ് തുല്യമായിരിക്കോ? അല്ല, രണ്ടിന്റെ ലയത്വം എന്താണ്? വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ അല്ലെ ലീനത്തിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിട്ട് എന്താണ്? സ്വഭാവത്തെ ആശ്രയിച്ചിട്ട് ഈ ലയത്വത്തിൽ എന്തുണ്ടാവും? ലയത്വം മാറിക്കൊണ്ടിരിക്കാം. അതായത് നമ്മളെ ചില ലീനം പെട്ടെന്ന് വെള്ളത്തിൽ ജലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലായകത്തില് പെട്ടെന്ന് ലയിക്കാം. എന്നാൽ ചില ലീനം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രം, അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടേ ലയിക്കുള്ളൂ. അതായത് അല്ലെങ്കിൽ കുറെ അളവ് ഇട്ടാൽ മാത്രമാണ് അത് പൂരിതമാകുള്ളൂ. ലയിക്കാന്നല്ല, പൂരിതമാവുള്ളൂ. അപ്പൊ പൂരിതമാകാൻ ആവശ്യമായ ലീനത്തിന്റെ അളവ് ചിലപ്പോ കുറെ ലീനം ഇട്ട് കഴിഞ്ഞാലായിരിക്കും പൂരിതാവുക. പക്ഷെ ചില കേസിൽ നമ്മളെ ചില ലീനങ്ങൾ ഒരു സ്പൂൺ ഇടുമ്പോഴേക്ക് തന്നെ അത് പൂരിതമായിട്ടുണ്ടാവും. മാക്സിമം അതിന്
അതിന് ഡിസോൾവ് ആവാൻ ലയിക്കാൻ പറ്റുന്ന പരമാവധി അളവ് എന്താ കഴിഞ്ഞിട്ടുണ്ടാവും, പൂരിതമായിട്ടുണ്ടാവും. അപ്പൊ പദാർത്ഥത്തിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് എന്താണ് അതിന്റെ ലയിത്വത്തിന്റെ കഴിവുകളിലും മാറ്റം ഉണ്ടാവും, കൂടാൻ കുറയാം. അപ്പൊ അതിന്റെ ലയിത്വത്തിന്റെ കഴിവുകളിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവാം. അടുത്തത് നോക്കാം. താപനിലയിൽ ഉണ്ടാവുന്ന മാറ്റം. താപനിലയിൽ ഉണ്ടാവുന്ന മാറ്റം ലയത്വത്തെ സ്വാധീനിക്കുന്നതായി മുൻ പരീക്ഷണങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിപൂരിത ലായനിയിൽ എന്താ പൂരിത ലായനിയിലേക്കാളും നമ്മൾ താപനില കൊടുത്തപ്പോ എന്താണ് ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ചായ ഉണ്ടാക്കുന്നത്, അതായത് ടെമ്പറേച്ചർ താപനില കൂട്ടുന്ന സമയത്ത് എന്താ കൂടുതൽ ലീനം ലയിക്കുന്നുണ്ട്. അപ്പൊ താപനില എന്താണ് താപനില ലയത്വത്തെ എന്താണ് ആശ്രയിക്കുന്നുണ്ട്. നമ്മളെ താപനില എന്ന് പറയുന്നത് ലയത്വത്തെ ആശ്രയിക്കുന്നുണ്ട്. മനസ്സിലായോ? താപനില ലയത്വത്തെ ആശ്രയിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും വ്യക്തമാണല്ലോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. താപനില കൂടുമ്പോൾ ലയത്വം കൂടുമോ? താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് പരിശോധിക്കുക. ലയത്വ കർവ് എന്നതിനെ വിളിക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് താപനില കൂടുമ്പോൾ ലയത്വം കൂടുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് പരിശോധിച്ച് നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ ഗ്രാഫിലെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഗ്രാഫിലെ ഈ കർവിനൊക്കെ നമ്മൾ എന്താ പറയാന്നറിയോ? ലയത്വ കർവ് എന്നാ പറയാ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ ഈ ഒരു ഗ്രാഫ് പരിശോധിക്കാനാണ്. താപനില കൂടുമ്പോ എന്താ ലയത്വം കൂടുമോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് നോക്കാം. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ്. അതിന് മുമ്പ് നമുക്ക് പറയാം, ഇതിന്റെ ഇവിടെ കണ്ടോ രണ്ട് സൈഡ്. താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത്? താപനില. സൈഡ് കൊടുത്തത് എന്താ? ലയത്വം. അത് എന്തിലാണ് കൊടുത്തിട്ടുള്ളത്? 100 ഗ്രാം ആണ്. 100 ഗ്രാം ജലത്തിലുള്ള ലയത്വമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെത്. കാണുന്നുണ്ടോ? അപ്പൊ നമ്മള് എന്താ പറയുന്നത്? താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇത് 0 അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോ ലയത്വം എന്ന് പറയുന്നത് 10 ആണ്. 10. അത് 20 ആയപ്പോ എന്തായി? 40ന്റെ അടുത്താണല്ലോ. 40ന്റെ റേഞ്ചിൽ വന്നു. നോക്ക്, 40 താപനില കൂട്ടിയപ്പോ ലയത്വം കൂടിയില്ലേ? 60ന്റെ മുകളിൽ പോയി 70ന്റെ അടുത്തെത്തിയല്ലോ. 70ന്റെ അടുത്തെത്തി. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, താപനില കൂടിയ സമയത്ത് പൊട്ടാസ്യം നൈട്രേറ്റിന്റെ എന്താണ് ലയത്വം വർദ്ധിച്ചു. 0ൽ നിന്ന് 40ലേക്ക് എത്തിയപ്പോ 10ൽ നിന്ന് 70ന്റെ അടുത്തേക്ക് എന്തെത്തി? ലയത്വം എത്തി. അതായത് താപനില വർദ്ധിച്ചപ്പോൾ ലയത്വം എന്തായി? വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തേത് നോക്കിയാലോ. രണ്ടാമത്തേത് നമ്മൾ ഏതാ നോക്കാം? രണ്ടാമത്തേത് നമുക്ക് സോഡിയം ക്ലോറൈഡ് നോക്കാം. സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡിന്റെ കർവ് ഇതാണ്. നോക്ക്, അതിലെങ്ങനെയാ വരുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോ 40. നമുക്കിവിടെ ഒന്ന് എഴുതി നോക്കിയാലോ. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഫുൾ എഴുതുന്നില്ലേ, പോയിന്റ് ആയിട്ട് എഴുതി പോവാ. പൊട്ടാസ്യം നൈട്രേറ്റ് എന്തായി? 0 ഡിഗ്രി സെൽഷ്യസ് ടു
40 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോ 0 ഡിഗ്രി ടു 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. ഇപ്പൊ എന്താ ലയത്വം 10 നിന്ന് 10 to 70 റേഞ്ചിൽ എന്തായി ലയത്വം. ഇതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ നമ്മൾ നോക്കുന്നത് ഏതാ? രണ്ടാമത്തേത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെത് നോക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് നോക്കാം. 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് താപനില. 0 ഡിഗ്രി സെൽഷ്യസിൽ 40 താഴെ ഏകദേശം ഒരു 38 ഒക്കെയാണിത്. 38, 39 ആ ഒരു റേഞ്ചിലാണുള്ളത്. 20യിലും അതേ റേഞ്ച്, 40യിലും അതേ റേഞ്ചാണ്, 60യിലും അതേ റേഞ്ചിലാണ്, 38 ആണ്. ഒരു 80 ഒക്കെ എത്തിയപ്പം അത് മെല്ലെ 40യിലേക്ക് എത്തിയിട്ടുണ്ട്. 40യിലേക്ക് എത്തി, കണ്ടോ ഇവിടെ 40യിലേക്ക് എത്തിയിട്ടുണ്ട്. 40യിലേക്ക് എത്തും. 40യിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോ ഏകദേശം 43യിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതെന്ത് 38 to 43 ഡിഗ്രി സെൽഷ്യസ്, സോറി ലയത്വം 43 ആയി ലയത്വം. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തത് നമുക്ക് നോക്കാം. മൂന്നാമത്തത് ഏതാ നോക്കുക? പൊട്ടാസ്യം ക്ലോറൈഡ് നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഗ്രാഫ് നോക്കിതാ. ഇതാണ് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഗ്രാഫ്. അതിൽ നോക്ക് 20 ആയപ്പോ എവിടെയാ? 20 ആയപ്പോ എവിടെയാ? 40യില്. 40 ആയപ്പോ 20 ആയപ്പോ എവിടെയാണ്? 20 ആയപ്പോ അത് 32 ഒക്കെ റേഞ്ചിലാണ് വരുന്നത്. 32, 33 റേഞ്ചിലാണ് വരുന്നത്. 32, 33 റേഞ്ചിലാണ് വരുന്നത്. 40 ആയപ്പോ ഏകദേശം എവിടെ എത്തി? 38ലൊക്കെ എത്തിയിട്ടുണ്ട്. ദെൻ 60 ആയപ്പം 43യിൽ എത്തിയിട്ടുണ്ട്. 80 ആയപ്പം 50 എത്തിയിട്ടുണ്ട്. ദെൻ 100 ആയപ്പോ എവിടെ എത്തി? 60യിലെത്തി. എവിടുന്നാ തുടങ്ങിയത്? 0 to ഏതാണത്? പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡ് അതെങ്ങനെയാ നോക്ക്. 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. 0യില് ഏകദേശം 28 ഒക്കെ, 28 ടു എത്ര വരെ പോയി? 60 വരെ പോയി. 60 വരെ പോയി ലയത്വം. ക്ലിയർ ആയോ? മൂന്നെണ്ണാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തത് നോക്കാം. നാലാമത്തത് പൊട്ടാസ്യം ക്ലോറേറ്റ്. പൊട്ടാസ്യം ക്ലോറേറ്റ്. അത് നമുക്ക് ഇവിടെ നോക്കാം. പൊട്ടാസ്യം എത്രാമത്തെ? 4 അല്ലേ? 4. പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ്. ക്ലോറൈഡ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലോറേറ്റ് ആണിത്. ക്ലോറേറ്റ് നോക്കാം. 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 നോക്കാം. 100 ഡിഗ്രി സെൽഷ്യസ് താപനില. ലയത്വം എങ്ങനെയാ വരുന്നത്? 0യില് ഏകദേശം എന്താ 5 ഒക്കെയാണ് വരുന്നത്. 5. 20 ആയപ്പോ 12 റേഞ്ചിലൊക്കെ വന്നു. 40 ആവുമ്പോ ഏകദേശം 22ലൊക്കെ എത്തി. 60 ആയപ്പോൾ 32ലൊക്കെ എത്തി. ദെൻ 80 ആയപ്പോ അത് എവിടെ എത്തി? 42, 43 എത്തി. ദെൻ 100 ആയപ്പോ 58ലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം എവിടുന്നാ തുടങ്ങിയത്? 5 to 58 വരെ പോയിട്ടുണ്ട്. എന്ത് ലയത്വം എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കേസ് നോക്കാം. ലാസ്റ്റ് നമ്മൾ പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ് 5. കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ് നോക്ക്.
0 ആയപ്പോൾ ഏകദേശം 2-3 റേഞ്ചിലൊക്കെയാണുള്ളത്. 2-3 റേഞ്ചിൽ. 20 ആയപ്പോൾ അത് ഏകദേശം എത്രയായി? 8-ലെത്തി. ദെൻ 40 ആയപ്പോ 8 തുടർന്നുകൊണ്ടിരുന്നു. 60 ആയപ്പോ അത് വീണ്ടും കുറഞ്ഞ് 7-ലെത്തി. 80 ആയപ്പോൾ അത് ഏകദേശം 5 ആയി. 100 ആയപ്പോ ഒരു 2-ലെത്തി. അപ്പൊ 2 എന്താ 0 എന്ന് പറയുമ്പോ 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അതെന്തായി? 2 എന്തായി? ഏകദേശം എത്ര വരെ പോയി? 8 വരെ പോയിട്ട് അത് വീണ്ടും എന്തായി? 2-ലേക്ക് കുറഞ്ഞു. 2-ലേക്ക് കുറഞ്ഞു. ലയത്വം എന്തായി? കുറഞ്ഞു. അവിടെ ലയത്വം കുറയല്ലേ ചെയ്യുന്നത്? നോക്ക്, കർവ് ഇങ്ങനെ വന്നിട്ട് താഴേക്ക് വീണ്ടും താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് 5 നമ്മള് ലീനത്തിന്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ലീനത്തിന്റെ ലയത്വം കാണിക്കുന്ന 5 സബ്സ്റ്റൻസിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനെന്താണ് പറയുന്നത്? ലയത്വ കർവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ലയത്വ കർവ് നമ്മൾ നമ്മുടെ നിരീക്ഷണം ഇപ്പൊ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ചില ലവണങ്ങളും ജലത്തിലെ ലയത്വം, താപനില എന്നിവയെ ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഗ്രാഫ്. അതായത് ഇവിടെ കൊടുത്തില്ലേ ചില ലവണങ്ങള്. ഇവിടെ നമ്മൾ 5 ലവണങ്ങളാ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ലവണങ്ങള് ജലത്തില് ലയിച്ചു കഴിഞ്ഞാലുള്ള അതിന്റെ ലയത്തക്കർവാണ് കൊടുത്തിട്ടുള്ളത് എന്നാ പറഞ്ഞത്. ലയത്തക്കർവാണ് കൊടുത്തിട്ടുള്ളത്. താപനില കൂടുമ്പോൾ ലയത്വത്തിന് പൊതുവെ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? കൂടുന്നു, കുറയുന്നു? നമ്മളോട് ചോദിച്ച താപനില കൂടുമ്പോൾ ലയത്വത്തിന് പൊതുവെ ഉണ്ടാവുന്ന മാറ്റം എന്താ? നോക്ക്, ഈ 5 കേസിലും നോക്ക് എന്താ സംഭവിക്കുന്നത്? ലയത്വം 10-ൽ നിന്ന് 70 ആയി. താപനില കൂടിയപ്പോ 10-ൽ നിന്ന് 70 ആയി. എന്താ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 38-ൽ നിന്ന് 43 ആയി. 28-ൽ നിന്ന് 60 ആയി. 5-ൽ നിന്ന് 58 ആയി. ഈ ഒരു കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ എന്താണ്? പൊതുവെ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. 5 എണ്ണത്തിൽ 4 എണ്ണത്തിന്റെ കേസിലും എന്താ സംഭവിക്കുന്നത്? 5-ല് 4ഉം എന്താണ്? 5-ല് 4ന്റെയും ലയത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ലയത്വം കൂടുന്നു. ആൻസർ എന്താണ്? കൂടുന്നു. ക്ലിയർ ആയോ? കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. താപനില കൂടുമ്പോൾ ലയത്വം കുറയുന്ന പദാർത്ഥം ഏത്? താപനില കൂടുമ്പോൾ ലയത്വം കുറയുന്ന പദാർത്ഥം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്ക്, ഇതൊക്കെ കൂടുകയാണെന്ന് പറഞ്ഞു. 4ഉം കൂടുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ലാസ്റ്റത്തത് നോക്ക്. ഏകദേശം ഇത് 1-ൽ തന്നെ എത്തിയിട്ടുണ്ട്. 2 അല്ല, അതിലും കുറഞ്ഞിട്ടുണ്ട്. 1-ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ താപനില കൂടുമ്പോൾ കുറയുന്ന വസ്തു നോക്ക്. ഇവിടൊക്കെ ഇവിടുന്ന് കൂടി വന്നിട്ടുണ്ട്. അത് ശരിയാ, കൂടി. പിന്നെന്താ? കുറഞ്ഞു. കൂടിയിട്ട് കുറഞ്ഞില്ലേ? താപനില കൂടുമ്പോൾ കുറയുന്ന വസ്തു എന്താ? ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കാൽസ്യം സൾഫേറ്റ് ആണ്. താപനില കൂടുമ്പോൾ ലയത്വം കുറയുന്ന പദാർത്ഥമാണ് എന്ത്? കാൽസ്യം സൾഫേറ്റ്. നോക്കാ പിക്ചറില്ലേ? സൾഫേറ്റ്. നമ്മൾ ആ ലയത്തക്കറവ് നോക്ക്. താപനില കൂടുമ്പോൾ 40-ലൊക്കെ എത്ര? ഏകദേശം 8-9ന്റെ അടുത്ത് വന്നിട്ട് എന്താ 100-ഒക്കെ ആയപ്പോ വീണ്ടും 2-1ന്റെ ഒക്കെ റേഞ്ചിലേക്ക് എത്തി. കുറഞ്ഞു, നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ താപനില കൂടുന്നതിനനുസരിച്ച് ലയത്വം കുറയുന്ന പദാർത്ഥം ഏതാണ് ഇവിടെ? കാൽസ്യം സൾഫേറ്റ് ആണ്. ക്ലിയർ ആയോ? കാൽസ്യം സൾഫേറ്റ്. നോക്ക്, സിയിൽ ലയത്വക്കറവ് കൂടുതൽ ഏതിനാണ്? ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഉദ്ദേശിച്ചത്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ഉദ്ദേശിച്ചത്. 100 ഡിഗ്രി സെൽഷ്യസിൽ ലയത്വം കൂടുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് പറയാം. കാരണം എന്താണ് 40 ഡിഗ്രി സെൽഷ്യസ്? കാരണം നമ്മൾ ഈ കർവിലില്ലേ
പൊട്ടാസ്യം നൈട്രേറ്റിന്റെ 40 വരെയേ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലുള്ളത് മുകളിലേക്ക് പോകുന്നുണ്ട്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും കൂടുതൽ ലയത്വം കാണിക്കുന്നത് ഏതാ നോക്ക്? 40 തന്നെ, 40 താപനില. 40 താപനിലയിൽ നോക്ക്, ഇതാണ് 40 താപനില. ഇവിടെ ഏതൊക്കെ ഗ്രാഫ്? 1 2 3 4, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 എണ്ണം വരുവേ, 2 എണ്ണം. അതായത് സോഡിയം ക്ലോറൈഡിന്റെയും പൊട്ടാസ്യം ക്ലോറൈഡിന്റെയും 40 ഒരേ പോയിന്റിലാണ് വരുന്നത്. അപ്പൊ നോക്ക്, ഇവിടെ ഏറ്റവും മുകളിൽ വരുന്ന ലയത്വത്തിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാ? കാൽസ്യം സൾഫേറ്റ് എത്രയാ? 40 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 8 വരുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ് 22 സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഏകദേശം 38 വരുന്നുണ്ട്. പക്ഷെ പൊട്ടാസ്യം നൈട്രേറ്റ് ഏകദേശം 66 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ 40 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നത് ഏതാണ്? പൊട്ടാസ്യം നൈട്രേറ്റ്. നമ്മൾ 40 ഡിഗ്രിയാണ് ചോദിച്ചത്, നൈട്രേറ്റ്. ക്ലിയർ ആയോ? 40 ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തത്, മറ്റ് ലവണങ്ങളെ അപേക്ഷിച്ച് സോഡിയം ക്ലോറൈഡിന്റെ ലയത്വത്തിൽ ഉള്ള പ്രത്യേകത എന്താണ്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മറ്റ് ലവണത്തെ അപേക്ഷിച്ച് സോഡിയം ക്ലോറൈഡ്, ഇവിടെ കണ്ടോ, സോഡിയം ക്ലോറൈഡിന്റെ ലയത്വത്തിലുള്ള പ്രത്യേകത എന്താ? ഇത് നോക്ക്, ഇതിൽ എന്ത് പ്രത്യേകതയുള്ളത്? ബാക്കിയൊക്കെ നല്ല രീതിയിൽ കൂടുന്നുണ്ട്. എന്നാൽ സോഡിയം ക്ലോറൈഡ് ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസ്. ഈ ഇടയിലില്ലേ, നമ്പർ ഇട്ടിട്ടില്ല. 0 to 20 എന്നിട്ട് നടുക്ക് 10 ഉണ്ട് എന്നാണ്. 10, 30, 50, 70 എന്നൊക്കെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ എന്താ സോഡിയം ക്ലോറൈഡിന്റെ പ്രത്യേകത നോക്ക്. സോഡിയം ക്ലോറൈഡ് ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ എന്താണ് 60 ഡിഗ്രി സെൽഷ്യസ്, 70 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 70 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് അതിന്റെ ലയത്വത്തിന് ഒരു മാറ്റവും വരുന്നില്ല. എന്നാൽ 70 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് സോഡിയം ക്ലോറൈഡിന് എന്താണ് ലയത്വം വർദ്ധിക്കുന്നത്. മനസ്സിലായോ? സോഡിയം ക്ലോറൈഡ് ലവണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എന്താ ലയത്വത്തിന് താപനില വരെ 0 ഡിഗ്രി സെൽഷ്യസ് ടു 70 ഡിഗ്രി സെൽഷ്യസ് താപനില വരെ എന്താണ് ലയത്വത്തിന് മാറ്റമില്ല, ലയത്വം മാറുന്നില്ല. നോക്ക്, കണ്ടോ, ഇവിടുന്ന് ഏകദേശം 30 ആണ്, 70 വരെ 30 ആണ്. അതിനുശേഷമാണ് ചെറിയൊരു വർധനവ് ഉണ്ടാവുന്നത്, ചെറിയ രീതിയിൽ വർദ്ധിക്കുന്നത്. എന്നാ ബാക്കിയെല്ലാം നോക്ക്, നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു പോകുന്നുണ്ട്, ഒരേപോലെ നിൽക്കുന്നില്ല, വർദ്ധിക്കുന്നുണ്ട്. ഇതിന് പോലും എന്താ ചെറിയ മാറ്റങ്ങളുണ്ട്. കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്തുമ്പോ അത് സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല, അത് കുറഞ്ഞു വരുന്നുണ്ട് വീണ്ടും. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ പ്രത്യേകത നമ്മളെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 70 ഡിഗ്രി സെൽഷ്യസ് വരെ ലയത്വത്തിന് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്, അത് അതേപോലെ തുടരുന്നുണ്ട്. എന്നാൽ 70 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ലയത്വം വർദ്ധിച്ചു വരുന്നുണ്ട്. മനസ്സിലായോ? ലയത്വക്കർവ് മനസ്സിലായോ? ഇനി നോക്ക്, ലയത്വത്തെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളുണ്ടോ? ലയത്വത്തെ സ്വാധീനിക്കുന്ന വേറെ ഘടകങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമ്മൾ പറഞ്ഞു പദാർത്ഥത്തിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് ലയത്വം മാറാം. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? താപനില. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ത്? താപനിലയിൽ ഉണ്ടാവുന്ന മാറ്റം. ഒന്ന് പറഞ്ഞു പദാർത്ഥത്തിന്റെ സ്വഭാവം, 2 താപനിലയിൽ ഉണ്ടാവുന്ന മാറ്റം. ഇത് കൂടാതെ എന്തെങ്കിലും ഘടകം നമ്മളെ ലയത്വത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം.
സോഡിയം ക്ലോറൈഡ് ജലത്തിൽ നന്നായി ലയിച്ചു ചേരുന്നതായി കാണാം. എന്നാൽ ആൽക്കഹോളിൽ അല്പം മാത്രം ലയിക്കുന്നു. ആൽക്കഹോൾ എന്താ, അല്പം മാത്രമേ ലയിക്കുന്നുള്ളൂ. മണ്ണെണ്ണയിലാകട്ടെ ഒട്ടും തന്നെ ലയിക്കുന്നില്ല. മണ്ണെണ്ണയില് ഒട്ടും തന്നെ ലയിക്കുന്നില്ല. അപ്പൊ ലായകത്തിന്റെ സ്വഭാവം നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, പദാർത്ഥത്തിന്റെ സ്വഭാവം, അതായത് ലീനത്തിന്റെ സ്വഭാവം. ഇവിടെ പറയുന്നത് എന്താ, ലായകത്തിന്റെ സ്വഭാവം. കാരണം ഇവിടെ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ലയിക്കുന്നുണ്ട്, എന്നാൽ ആൽക്കഹോളിൽ അത്ര ലയിക്കുന്നില്ല. അതേ സ്ഥാനത്ത് മണ്ണെണ്ണയിൽ ഒട്ടും തന്നെ ലയിക്കുന്നില്ല. അപ്പൊ ലായകത്തിന്റെ സ്വഭാവത്തെ ആശ്രയിക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ ലീനത്തിന്റെ, പദാർത്ഥത്തിന്റെ സ്വഭാവത്തെയും ആശ്രയിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് താപനിലയെ ആശ്രയിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. സാധാരണ സാഹചര്യത്തിൽ ജലത്തിൽ വളരെ കുറച്ച് മാത്രം ലയിക്കുന്നവയാണ് വാതകം. നമുക്കറിയാം, നമ്മുടെ ജലത്തിൽ വാതകം വലിയ രീതിയിൽ ലയിക്കില്ല. വളരെ കുറച്ച് രീതിയിലൊക്കെ വാതകം ലയിക്കുള്ളൂ. അതിനെ ലയിപ്പിക്കാന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നോക്ക്, കാർബൺ ഡയോക്സൈഡ് സോഡ കുപ്പി തുറക്കുമ്പോൾ CO2 വാതകം പുറത്തേക്ക് നുരഞ്ഞു പതഞ്ഞ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, നമ്മളെ സോഡ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പതഞ്ഞു വരുന്നില്ലേ? സോഡ ഗ്യാസ് തുറക്കുമ്പോ തന്നെ അത് പതഞ്ഞു പൊങ്ങി വരുന്നില്ലേ? അതിന് കാരണം എന്താ? അതിൽ അടങ്ങിയിട്ടുള്ള വാതകം, അതാണ് കാർബൺ ഡയോക്സൈഡ്. ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോവല്ലേ? പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് പതഞ്ഞു പൊങ്ങി വരുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഈ ജലത്തിൽ എന്താണ്, ലയിച്ചു കിടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് വാതകം ഉയർന്ന മർദ്ദത്തിൽ ജലത്തിൽ ലയിപ്പിച്ചാണ് എന്ത്, സോഡ ജലം നിർമ്മിക്കുന്നത്. ഇവിടെ ലയത്വത്തെ സ്വാധീനിച്ച ഘടകം ഏതായിരിക്കും? നമുക്കറിയാം, വാതകം സാധാരണ രീതിയിൽ എന്താ, ജലവുമായി ലയിക്കില്ല. എന്നാൽ നമ്മളെ സോഡ വാട്ടർ അല്ലെങ്കിൽ സോഡകളിലൊക്കെ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഉയർന്ന മർദ്ദം, നല്ല പ്രഷർ കൊടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് വാട്ടറിലേക്ക് അല്ലെ ജലത്തിലേക്ക് അടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹൈ പ്രഷർ കൊടുക്കുന്നുണ്ട്, ഉയർന്ന മർദ്ദം. അപ്പൊ ഇവിടെ അത് ലയിക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിച്ച ഘടകം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. സോഡ വാട്ടറില് നമ്മളെ ഈ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈ പ്രഷർ, അതായത് ഉയർന്ന മർദ്ദം കൊടുക്കണം. അപ്പൊ ഉയർന്ന മർദ്ദം കൊടുത്തത് കൊണ്ടല്ലേ ആ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ചത്? ഉയർന്ന മർദ്ദം നമ്മൾ കൊടുത്തത് കൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിച്ചത്. അത് മനസ്സിലായല്ലോ? അപ്പൊ അവിടെ അവിടെ കാർബൺ ഡയോക്സൈഡിന് ജലത്തിൽ ലയിക്കാൻ അവിടെ സ്വാധീനിച്ച ഘടകം എന്താ? ആ ഉയർന്ന മർദ്ദല്ലേ. ഉയർന്ന മർദ്ദം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ജലത്തിൽ ലയിക്കുവോ? ഇല്ല. അപ്പൊ ഇവിടെ സ്വാധീനിച്ച ഘടകം ഏതാ? മർദ്ദമാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഇതുവരെ നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്ന് ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാമോ? അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലയത്വം എന്താന്ന് പറഞ്ഞു, ലയത്വ കർവ് പറഞ്ഞു. അപ്പൊ ലയത്വത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പദാർത്ഥത്തിന്റെ സ്വഭാവം. പദാർത്ഥത്തിന്റെ സ്വഭാവം. അവിടെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ലീനമാണ്. 2 ലായകത്തിന്റെ സ്വഭാവം. നമ്മൾ പറഞ്ഞല്ലോ, സോഡിയം ക്ലോറൈഡ് ലായകത്തിന്റെ സ്വഭാവം. സോഡിയം ക്ലോറൈഡ് ജലത്തിൽ നന്നായി ലയിക്കും, എന്നാൽ ആൽക്കഹോളിൽ വളരെ കുറവ് മാത്രമാണ്. മണ്ണെണ്ണയിൽ ഒട്ടും തന്നെ ലയിക്കുന്നില്ല. 3 താപനിലയുടെ കർവ് കണ്ടല്ലോ. ലയത്വ കർവ്, താപനില കൂടുമ്പോൾ ലയത്വം കൂടുന്നുണ്ട്. പൊതുവെ ലയത്വം കൂടുന്നുണ്ട്. താപനില നാലാമത്തത് എന്താണ്?
മർദ്ദം നമ്മൾ പറഞ്ഞു. മർദ്ദം എന്താ അവിടെ എങ്ങനെയാ? കാർബൺ ഡയോക്സൈഡ് എന്ന വാതകത്തെ ജലത്തിൽ ലയിപ്പിച്ചത് എന്താണ്? നല്ല മർദ്ദം, ഉയർന്ന മർദ്ദം കൊടുത്ത സമയത്താണ്. അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് നമ്മളെ ലയത്വത്തെ സ്വാധീനിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഈ 4 ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 4 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. മനസ്സിലായോ? അപ്പൊ ഈ ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ 4 ആ 4 ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതണം. ഒന്നും വിട്ടുപോകരുത്. പദാർത്ഥത്തിന്റെ സ്വഭാവം, അവിടെ ബ്രാക്കറ്റിൽ ലീനം എന്ന് കൊടുക്കണം. ലീനത്തിന്റെ സ്വഭാവം, അതായത് ലീനത്തിന്റെ വലുപ്പത്തിനൊക്കെ അത് ആശ്രയിക്കൂ. അതായത് നല്ല വലിയ ലീനം, ഇപ്പൊ നമ്മൾ വലിയ ക്രിസ്റ്റലുകൾ ഇടുന്നു എന്നാ പൗഡർ ആയിട്ട് ഇടുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പദാർത്ഥത്തിന്റെ സ്വഭാവം. അതുപോലെ ചില ലീനം പെട്ടെന്ന് ലയിക്കും, എന്നാൽ ചില ലീനം പെട്ടെന്ന് ലയിക്കില്ല. ഓരോ ലീനത്തിന്റെ പ്രത്യേകത ഉണ്ട്. അതായത് പദാർത്ഥത്തിന്റെ സ്വഭാവം. 2 ലായകത്തിന്റെ സ്വഭാവം. അതായത് ലായകത്തിന്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ. എന്ത്? പോളാർ സോൾവെന്റ്, അയോണിക് സബ്സ്റ്റൻസ്, അതായത് അയോണിക സബ്സ്റ്റൻസുകള് എന്തിലാ ലയിക്കുക? പോളാർ സോൾവെന്റിൽ ലയിക്കുമെന്നും, ജലം ഒരു പോളാർ സോൾവെന്റ് ആണെന്നും, നോൺ പോളാർ സോൾവെന്റുകൾ ഉണ്ട്, അതില് സംയോജക സംയുക്തങ്ങൾ എന്താണ് കൂടുതലായി നോൺ പോളാർ സോൾവെന്റിലാണ് ലയിക്കുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അതിന്റെ തന്നെ കാര്യമാണ് ലായകത്തിന്റെ സ്വഭാവം. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ്. ലായകത്തിന്റെ സ്വഭാവം മാറുന്ന, പോളാർ ആവുന്നത്, നോൺ പോളാർ ആവുന്നത്, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് ലയത്വം മാറാം. മനസ്സിലായോ? മൂന്നാമത്തതാണ് താപനില. മൂന്നാമത്തതാണ് എന്ത്? താപനില. താപനിലയുടെ കർവ് കണ്ടപ്പോൾ മനസ്സിലായി. പൊതുവെ താപനില വർദ്ധിച്ചപ്പോൾ, അതായത് താപം കൊടുത്തു കഴിയുമ്പോൾ ചൂടാക്കുന്ന സമയത്ത് ലയത്വം കൂടുന്നുണ്ട്. അപ്പൊ താപനിലയെ ആശ്രയിക്കുന്നുണ്ട്. പൊതുവായ പറയുകയാണെങ്കിൽ താപനില കൂടുമ്പോൾ ലയത്വം കൂടുന്നു. അതിവിടെ എഴുതി വെക്കാം. പൊതുവെയാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പറഞ്ഞല്ലോ കാൽസ്യം സൾഫേറ്റിന്റെ കേസിൽ അത് പറ്റുന്നില്ല. പൊതുവെ പറയുമ്പോ എന്താണ്? താപനില വർദ്ധിക്കുമ്പോൾ എന്താണ്? ഇൻക്രീസസ്. ലയത്വം എന്താണ്? ഓൾസോ ഇൻക്രീസസ്, അതായത് വർദ്ധിക്കുന്നു. ലയത്വവും വർദ്ധിക്കുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മർദ്ദം. മർദ്ദം എന്താണ്? കാർബൺ ഡയോക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോഴും എന്താണ്? പൊതുവെ എന്താ? ലയത്വം. മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ ലയത്വം എന്താണ്? വർദ്ധിക്കുന്നു. ലയത്വം വർദ്ധിക്കുന്നു. കാരണം എന്താ? നമ്മൾ മർദ്ദം കൊടുത്തിട്ടില്ലെങ്കിൽ അതിലുള്ള കാർബൺ ഡയോക്സൈഡ് അവിടെ ലയിക്കുന്നുണ്ടോ? ജലവുമായി ലയിക്കോ? ഇല്ല. നമ്മൾ മർദ്ദം കൊടുത്തെങ്കിൽ മാത്രമാണ് ആ വാതകം അതിൽ ലയിക്കുന്നത്. അപ്പൊ പൊതുവെയുള്ള കേസിൽ മർദ്ദം കൂട്ടിക്കൊടുക്കുമ്പോൾ, അല്ലെ ഉയർന്ന മർദ്ദത്തിൽ ലയത്വം കൂടുന്നു. അതുപോലെ ഉയർന്ന താപനിലയിൽ ലയത്വം കൂടുന്നു. പൊതുവെ മാത്രമാണ് പറയുന്നത്, എല്ലാ കേസിലും എന്ന് പറയുന്നില്ല. അങ്ങനെ അല്ലാത്ത ലയത്വത്തിന്റെ കർവ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാൽസ്യം സൾഫേറ്റിന്റെ കർവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ലയത്വത്തെ സ്വാധീനിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്ലോബൽ സാൾട്ടിന്റെ ലയത്വ കർവ് നൽകിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഗ്ലോബൽ സാൾട്ട് എന്ന് പറഞ്ഞാല് Na2SO4.10H2 ആണ് ഗ്ലോബൽ സാൾട്ടിന്റെ ലയത്വ കർവാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ശ്രദ്ധിക്കാനാണ്. അത് ക്വസ്റ്റ്യൻ ആണ്. മറ്റു ലവണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലോബൽ സാൾട്ടിന്റെ ലയത്വത്തിലുള്ള പ്രത്യേകതകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ കർവ് നിരീക്ഷിച്ചിട്ട് ഇതിന്റെ ലയത്വ കർവാ. കണ്ടോ? ഇവിടെ ലയത്വം കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്താ? താപനിലയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ താപനില മാറുന്നതിനനുസരിച്ച് ലയത്വത്തിനുണ്ടാവുന്ന മാറ്റം, താപനില മാറുന്നതിനനുസരിച്ച് ലയത്വത്തിനുണ്ടാവുന്ന മാറ്റം കണ്ടെത്താൻ ഈ ഗ്ലോബൽ സാൾട്ടിന് സാധാ രീതിയിലുള്ള ലവണം ലായകത്തില്
ലയിക്കുന്നത് പോലെയല്ല. ഗ്ലോബൽ സാൾട്ടിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് നിരീക്ഷിക്കാനും എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ഗ്ലോബൽ സാൾട്ട് മറ്റ് സാൾട്ടുകളിൽ നിന്ന് അല്ലെ മറ്റ് ലവണങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താ ബാക്കിയൊക്കെ എന്താ? പൊതുവെ പറയുകയാണെങ്കിൽ താപനില വർദ്ധിക്കുമ്പോ എന്താ സംഭവിച്ചിട്ടുള്ളത്? താപനില വർദ്ധിച്ചപ്പോൾ ലയത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 0 ഡിഗ്രി സെൽഷ്യസിൽ ഇതിന്റെ ലയത്വം എന്ന് പറയുന്നത് 47.6 ഗ്രാം ആണ്. 47.6 ഗ്രാം ആണ്. എന്നാൽ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 32.4 ഡിഗ്രി സെൽഷ്യസ് 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടുന്നതിനനുസരിച്ച് ലയത്വം കൂടി വരുന്നുണ്ട്. അതുവരെ കൂടി വരുന്നുണ്ട്. ഏകദേശം എത്ര വരെ എത്തി? 49.7 വരെ കൂടി. 47.6 49.7 വരെ കൂടി. എന്നാൽ 32.4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ? താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ലയത്വം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഗ്ലോബൽ സാൾട്ടിന്റെ പ്രത്യേകത. ഈ താപനില ഓർത്ത് വെക്കണേ. ഈ താപനിലകൾ ഒന്ന് ഓർത്ത് വെക്കുക, ലയത്വം ഓർത്ത് വെക്കുക. തുടക്കത്തിൽ 47.6, അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ 47.6 ഗ്രാം ആയിരുന്നു അതിന്റെ ലയത്വമെങ്കിൽ 32.4 ഡിഗ്രി സെൽഷ്യസിലെ അപ്പൊ അതിന്റെ എന്തായി? ലയത്വം എന്ന് പറയുന്നത് 49.7 ഗ്രാമായി. 49.7 ഗ്രാമായി. എന്നാൽ 32.4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ പിന്നെ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിന്റെ ലയത്വം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പൊതുവെ എങ്ങനെയാ? താപനില വർദ്ധിപ്പിക്കുമ്പോ എന്താ? ലയത്വം കൂടി വരികയാണ് ചെയ്യുന്നത്. എന്നാ ഇവിടെ വ്യത്യസ്തമല്ലേ? കാൽസ്യം സൾഫേറ്റ് പോലെയല്ല, ഇത് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എന്താ? ഗ്ലോബൽ സാൾട്ട് മറ്റേതിൽ നിന്നും എന്താ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നില്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആ ടേബിൾ ഉണ്ട്. ടേബിൾ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ടേബിള് ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ് ആണ്. പക്ഷെ അതിന്റെ ആ ലയത്വ കർവില്ലേ, അതിന്റെ പ്രത്യേകതകൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യം. അതൊന്ന് നോക്കിയാലോ? ഗ്ലോബൽ സാൾട്ട് അത് Na2SO4.10H2O ആണ് നമ്മളെ ഗ്ലോബൽ സാൾട്ട് എന്ന് പറയുന്നത്. Na2SO4.10H2O. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഗ്ലോബൽ സാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മെഡിസിൻ ആയിട്ട് മരുന്നുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഗ്ലോബൽ സാൾട്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ കർവ് നോക്കാം, ലയത്വ കർവിൽ എങ്ങനെയാണ് എന്നുള്ളത്. 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ലയത്വം 47.6 ഗ്രാം. 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ലയത്വം 47.6 ഗ്രാം. അതാണ് ആദ്യം പറയുന്നത്. അതിന്റെ താപനില, അതായത് ലയത്വത്തിന്റെ താപനിലയുടെയും കർവ്, അതിന്റെ സവിശേഷതകൾ ചോദിച്ച് എഴുതേണ്ട കാര്യമാണ് പറയുന്നത്. ചൂടാക്കുമ്പോൾ ലയത്വം ഒരു നിശ്ചിത അളവിൽ ഉയരുകയും ചൂടാക്കുമ്പോൾ എന്താ? ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം എന്താണ്? ഒരു നിശ്ചിത അളവിൽ അതിന്റെ ലയത്വം നിശ്ചിത അളവിൽ ഉയരുകയാണ്. നിശ്ചിത അളവിൽ ഉയരുകയും എത്ര ഡിഗ്രിയാ? 32.4 ഡിഗ്രി സെൽഷ്യസിൽ പരമാവധി എത്തുന്നത്. 32.4 ഡിഗ്രി സെൽഷ്യസില് പരമാവധി ലയത്വം എത്തുന്നു. അതാണ് 49.4.
പരമാവധി ലയത്വം, പരമാവധി ലയത്വം, ലയത്വം 49 എത്രയാണ്? 7 ഗ്രാം. 49.7 ഗ്രാമിൽ എത്തുകയും ചെയ്യുന്നു. തുടർന്ന് ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം കുറയുന്നതായി കാണാം. അതിന്റെ ലയത്വം കുറയുന്നതായിട്ട് നമുക്ക് കാണാം. തുടർന്ന് ചൂടാക്കുമ്പോൾ, ചൂടാക്കാൻ പറഞ്ഞ താപനില വർദ്ധിക്കുമ്പോഴാണ്. തുടർന്ന് ചൂടാക്കുമ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം എന്ന് പറയുന്നത്, ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം കുറയുന്നത് കാണാം. കുറയുന്നതായി കാണാം. 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ സോഡിയം സൾഫേറ്റിന്റെ, അതായത് ഗ്ലോബൽ സാൾട്ടിന്റെ തന്മാത്രകളുടെ വിഘടനത്തിനാലാണ് നിലകൊള്ളുന്നത്. അതുവരെ താപം ആഗിരണം ചെയ്ത് ലയത്വം അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ലയത്വം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഡിഗ്രി സെൽഷ്യസ് ആണ്. 32.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ലീന തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് എന്നുള്ള കാരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത്രയും വേണ്ട. നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയുമാണ്. അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിൽ ലയത്വം എന്ന് പറയുന്നത് 47.6 ഗ്രാം ആണെന്നും ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം നിശ്ചിത അളവിൽ ഉയരുകയും എന്നാൽ 32.4 ഡിഗ്രി സെൽഷ്യസിൽ പരമാവധി ലയത്വം 49.7 ഗ്രാം ആവുന്നു എന്നും തുടർന്ന് ചൂടാക്കുമ്പോൾ അതിന്റെ ലയത്വം കുറയുന്നു എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതിന്റെ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാഫ് ചോദിച്ചിട്ട് ഗ്ലോബൽ സാൾട്ടിന്റെ പ്രത്യേകത നിങ്ങളോട് ചോദിക്കാം. ഗ്ലോബൽ സാൾട്ടിന്റെ പ്രത്യേകത നിങ്ങളോട് ചോദിക്കാം. 47.6 ആണ്. 32 ഡിഗ്രി 0 ഡിഗ്രി സെൽഷ്യസ്, 32.4 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്. 32.4 ഡിഗ്രി സെൽഷ്യസിൽ 49.7 ഗ്രാം. 49.7 ഗ്രാം. ഇത് ലയത്വമാണ്. ലയത്വം, ഇത് താപനില. ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. നിങ്ങളോട് ഈ ഗ്ലോബൽ സാൾട്ടിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ താപനില ലയത്വ കർവിന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് ചോദിക്കാൻ ചിലപ്പം ഗ്ലോബൽ സാൾട്ടിന്റെ ലയത്വ കർവ് തന്നിട്ട് ഇതിന്റെ സവിശേഷതകൾ എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതി വെക്കേണ്ടത് ഗ്ലോബൽ സാൾട്ടിന്റെ. അല്ലാതെ ഇതിലുള്ള വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ ഈ നമ്പറുകൾ, അതായത് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ലയത്വം എത്ര, അത് വർദ്ധിക്കുന്നു, അത് കഴിഞ്ഞാൽ 32.4 കഴിഞ്ഞാൽ അത് കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. അത് ഉയരുന്നു, പിന്നെ അത് കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം എഴുതുക. അത് എക്സാമിനാ നമ്മൾ ഈ കർവ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ക്ലിയർ ആയോ? ഗ്ലോബൽ സാൾട്ടിന്റെ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് യഥാർത്ഥ ലായനിയാണ്. യഥാർത്ഥ ലായനി എന്താണ്? അതാണ് ട്രൂ സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് സസ്പെൻഷൻ. എന്താണ് സസ്പെൻഷൻ എന്ന് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഭാഗവും ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അതിൽ തന്നെ ഈ ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ, അതൊക്കെ എന്താണ്, അതിന്റെ വ്യത്യാസം എന്താ, സിമിലാരിറ്റി എന്താ, അങ്ങനെ സിമിലാരിറ്റി അല്ല, അതിനെ വ്യത്യസ്തപ്പെടുത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ രീതിയിൽ ചോദിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ടല്ലോ. ബീക്കർ 1, ബീക്കർ 2. ബീക്കർ 1 എന്താ? പഞ്ചസാര ലായനി. രണ്ടാമത്തതിൽ നോക്കിക്കേ, വെള്ളവും ചോക്കുപൊടിയും കലർന്ന മിശ്രിതം. വെള്ളവും ചോക്കുപൊടിയും കലർന്ന മിശ്രിതം എന്ന ബീക്കർ 1 വെറും എന്താണ്? പഞ്ചസാര ലായനി. രണ്ടാമത്തതില് ചോക്കുപൊടി കലർന്ന ജലത്തിന്റെ മിശ്രിതാണ്. എന്നിട്ട് ഇവിടെ ടോർച്ച് കത്തിക്കുന്നത് കാണുന്നുണ്ടല്ലോ. രണ്ടിലും ടോർച്ച് കാണിക്കുന്നുണ്ട്. ടോർച്ച് കത്തിക്കുമ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്?
ഈ ടോർച്ച് കത്തിക്കുന്ന സമയത്ത് എന്താ കാണിക്കുന്നത്? ഇവിടെ ഈ ടോർച്ചിന്റെ ലൈറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ലൈറ്റിന്റെ പാത്ത് അല്ലെ ലൈറ്റ് പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഈ കേസിൽ നോക്ക്, ഈ ചോക്ക് പൊടി ജലവുമായി കലർന്ന മിശ്രിതത്തിൽ ഒന്ന് നോക്ക്. കലർന്ന മിശ്രിതത്തിൽ നമുക്ക് ലൈറ്റിന്റെ പാത്ത്, ലൈറ്റ് പോകുന്ന വഴി എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ? ഇതൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളിങ്ങനെ ചെയ്തു നോക്ക്, കാണാൻ സാധിക്കുമോ നിങ്ങൾക്കെന്ന്? കാണാൻ സാധിക്കുന്നുണ്ടോന്ന്? നിങ്ങൾ ചോക്കുപൊടി ജലമായി കലർന്ന മിശ്രിതത്തില് ടോർച്ച് കത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടോർച്ചിന്റെ ലൈറ്റ് പോകുന്ന പാത വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ നിങ്ങൾ പഞ്ചസാര ലായനിയിൽ ചെയ്തു നോക്ക്, അങ്ങനെ ഒരു ലൈറ്റ് പോകുന്ന പാത നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനിയാണ് പറയുന്നത് ബീക്കർ 1 വെള്ളം പഞ്ചസാര, അതാണ് പഞ്ചസാര ലായനി. ബീക്കർ 2 വെള്ളം ചോക്കുപൊടി കലർന്ന മിശ്രിതം. അപ്പൊ നോക്ക, 2 ബീക്കറുകളിലെയും ഘടകങ്ങളെ നന്നായി ഇളക്കിയ ശേഷം നിരീക്ഷിക്കുക. കണങ്ങളെ കാണാൻ കഴിയുന്നത് ഏത് ബീക്കറിലാണ്? നമ്മളോട് പറയുന്നത് ഈ പഞ്ചസാര ലായനിയും ചോക്കുപൊടി ജലവുമായി കലർന്ന മിശ്രിതവും ഇല്ലേ, അത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളോട് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമുക്ക് പഞ്ചസാര ലായനിയിലെ കണികകളെ കാണാൻ സാധിക്കുമോ? നമുക്ക് കാണാൻ സാധിക്കാറുണ്ടോ പഞ്ചസാര ജലത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാല്? ഇല്ലല്ലോ. അതേ സ്ഥാനത്ത് ചോക്ക് പൊടി അല്ലെങ്കിൽ ചോക്ക് പൗഡർ ആക്കിയിട്ട് ഞാൻ ഈ ജലത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് നോക്കിയാൽ ചോക്കിന്റെ തരികൾ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ കണികകളെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. നിരീക്ഷിക്കുക, കണങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നത് ഏത് ബീക്കറിലാണ്? ബീക്കർ 2 അല്ലേ? 2-ലല്ലേ ചോക്കുപൊടി? ബീക്കർ 2. ഇതിന് അടുത്തതാണ്, കുറച്ചു സമയം അനക്കാതെ വെച്ചതിന് ശേഷം പരിശോധിച്ചാലോ? കണങ്ങൾ അടിഞ്ഞത് ഏത് ബീക്കറിലാണ്? കണങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവും ഏത് ബീക്കറിലാ? പഞ്ചസാരേന്റെ കണങ്ങൾ അടിയോ? ഇല്ല. എന്നാൽ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതത്തില് ചോക്കിന്റെ പൊടി കുറച്ച് ടൈം നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് ബീക്കറിന്റെ അടിയിൽ അടിയും. അപ്പൊ അടിയുന്നത് ഏത് ബീക്കറിലാണ്? ബീക്കർ 2. അടുത്തത്, 2 ബീക്കറുകളിലെയും മിശ്രിതങ്ങളെ നന്നായി ഇളക്കിയ ശേഷം വശങ്ങളിലൂടെ ശക്തമായ പ്രകാശ ബീം കടത്തിവിടുക. പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നത് ഏത് ബീക്കറിലാണ്? നമ്മൾ ആദ്യം പറഞ്ഞു, പ്രകാശത്തിന്റെ പാത ദൃശ്യമാകുന്നത് ഏത് ബീക്കറിലാ? ബീക്കർ 2. ചോക്കുപൊടിയുള്ള ബീക്കറിലാണ്, അതും ബീക്കർ 2. ഇവിടെ എന്താ? 3 ബീക്കർ 2-ലാണ്. ബീക്കർ 2 നോക്കാം. ഓരോ മിശ്രിതവും ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുക. കളങ്ങളെ വേർതിരിക്കാൻ കഴിഞ്ഞത് ഏതിലാണ്? അടുത്ത ചോദ്യം നമ്മളോട് പറഞ്ഞത് ബീക്കർ 2 ബീക്കറും അരിക്കാനാ. പഞ്ചസാര ലായനിയുള്ള ബീക്കറും അതുപോലെ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതമുള്ള ബീക്കറും അരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അരിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയോ? ആ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം അരിച്ച സമയത്ത് ഫിൽട്ടർ പേപ്പറിൽ എനിക്ക് ആ ചോക്കിന്റെ കണങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ പഞ്ചസാര ലായനി അരിക്കുമ്പോൾ എനിക്കൊന്നും ഫിൽട്ടർ പേപ്പറിൽ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി, വെള്ളവും പഞ്ചസാരയും ചേർന്ന മിശ്രിതം ഒരു യഥാർത്ഥ ലായനിയാണ്. അവ ഏകാത്മക മിശ്രിതമാണ്. നമ്മൾ നേരത്തെ നോക്കി യഥാർത്ഥ ലായനി. അപ്പൊ ഇവിടെ പറയുന്നത് പഞ്ചസാര ലായനി എന്ന് പറയുന്നത് യഥാർത്ഥ ലായനിയാണെന്നും അവ ഏകാത്മക മിശ്രിതം. നോക്കാം, ഘടകങ്ങൾ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. അതല്ലേ ഏകാത്മക മിശ്രിതം? നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഏകാത്മക മിശ്രിതം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഏകരൂപത്തിലുള്ള മിശ്രിതം എന്താണെന്നുള്ളത്. അതിലെങ്ങനെയാണ്? എല്ലാ ഭാഗത്തും അതിന്റെ ഘടകങ്ങൾ ഒരേപോലെ ആയിരിക്കും. ഞാൻ താഴേന്ന് എടുത്തു കഴിഞ്ഞാലും മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് ഒരേപോലെ ആയിരിക്കും. അതേ സ്ഥാനത്ത് ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതത്തില് എല്ലാവരുടെയും ചോക്ക് പൊടിയുടെ എണ്ണോ അളവോ ഒരേപോലെ ആയിരിക്കുമോ? കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വന്ന് അടിയുന്നില്ലേ? അപ്പൊ അത് ഘടകങ്ങള് എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല, അത് വേർതിരിച്ചെടുക്കാൻ സാധിക്കും.
അപ്പൊ വേർതിരിക്കാൻ സാധിക്കാത്തത് ഒരുപോലെയാണ് ഘടകങ്ങളെങ്കിലും നമുക്ക് എന്ത് പറയാം? ഏകാത്മക മിശ്രിതമാണ് എന്നുള്ളത് പറയാം. എല്ലാ ഭാഗത്തും ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത്. ചോക്കുപൊടി വെള്ളത്തിൽ കലർത്തിയ മിശ്രിതം സസ്പെൻഷൻ. നമ്മൾ പറഞ്ഞ ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ. ഇനി നമ്മൾ എന്താ ട്രൂ, എന്താ സസ്പെൻഷൻ എന്നൊക്കെ ഉള്ള അതിന്റെ സവിശേഷതകൾ പറയും. സസ്പെൻഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവ ഭിന്നാത്മക മിശ്രിതമാണ്. ഭിന്നാത്മക മിശ്രിതം. ഏകാത്മക നമ്മൾ പറഞ്ഞു എല്ലാവരും ഒരേപോലെയാണ്. എന്നാൽ എന്താണ് ഇവിടെ എന്താണ്? മിശ്രിതം എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഭിന്നാത്മക മിശ്രിതം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണോ ചേർന്നിരിക്കുന്നത് എന്ന്? അതായത് ഭിന്നാത്മക മിശ്രിതമാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ ഭിന്നാത്മകം എന്ന് പറഞ്ഞത്? എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല. നമ്മളോട് ചോദിച്ചത് അതാണ്. മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ അല്ലെങ്കിൽ ഒരേ അനുപാതത്തിലാണോ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളത്? അല്ലല്ലോ, ഒരേപോലെയല്ല. ചോക്കിന്റെ പൊടി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല, തുല്യമായ അളവിലല്ല ഘടകങ്ങള് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഭിന്നാത്മക മിശ്രിതം എന്ന് നമ്മൾ പറയുന്നത്. നോക്കാം, ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേപോലെ അല്ലെ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ, ഒരേപോലെ അല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ അല്ലെ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നതെങ്കിൽ ആ മിശ്രിതത്തെ നമ്മൾ എന്ത് പറയും? ഭിന്നാത്മക മിശ്രിതം. ഏകാത്മക മിശ്രിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ഒരേ അനുപാതത്തിലല്ല. അങ്ങനെയുള്ള മിശ്രിതമാണ് ഭിന്നാത്മക മിശ്രിതം. ഭിന്നാത്മക മിശ്രിതം ഇനി നമുക്ക് നോക്കാം. നിങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് യഥാർത്ഥ ലായനി, സസ്പെൻഷൻ എന്നിവയുടെ സവിശേഷതകൾ എന്താണ്? സവിശേഷതകൾ പട്ടികപ്പെടുത്താമോ? വിട്ടുപോയത് പൂർത്തിയാക്കാൻ. നമ്മളോട് ഈ ടേബിൾ വിട്ടുപോയത് പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ലായനി ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കുന്നു, സസ്പെൻഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയുന്ന ഒരു കാര്യം, പഞ്ചസാര ലായനി എന്ന് പറയുന്നത് യഥാർത്ഥ ലായനി ആണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം സസ്പെൻഷൻ ആണ് എന്നുള്ളതും നമുക്കറിയാം. രണ്ട് കാര്യം അറിയാം. ഇനി നമുക്ക് അതിന്റെ സവിശേഷതകൾ നോക്കാം. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുന്നു അരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ചെയ്ത പ്രവർത്തനം. നമുക്ക് നോക്കാം. യഥാർത്ഥ ലായനിയിൽ എന്താ? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ സസ്പെൻഷനിൽ എന്താ? അരിച്ച് വേർതിരിക്കാൻ സാധിക്കും. വേർതിരിക്കാൻ എന്താണ്? സാധിക്കും. ക്ലിയർ ആണോ? അടുത്തത്, ശക്തമായ പ്രകാശ ബീം കടത്തിവിടുന്നു. പ്രകാശപാത ദൃശ്യമല്ല. പ്രകാശപാത പഞ്ചസാര ലായനിയിൽ ദൃശ്യമായിരുന്നോ? അല്ല. സോ പ്രകാശപാത ദൃശ്യമല്ല. എന്നാൽ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതത്തിൽ എന്താണ്? പ്രകാശപാത ദൃശ്യമാണ്. ലാസ്റ്റ് ആണ്, അനക്കാതെ വെക്കുന്നു. യഥാർത്ഥ ലായനിയിൽ എന്താ? മാറ്റമൊന്നുമില്ല. എന്നാൽ ഇവിടെയോ? സസ്പെൻഷനത്തിൽ എന്താ? അവക്ഷിപ്തം. എന്താണ്? അടിയിൽ അടിയുന്നില്ലേ? അടിയുന്നു. ചോക്ക് പൊടിയുടെ അവശിപ്തം എന്താണ്? അടിയിൽ അടിയുന്നില്ലേ? ഇത്രയാണ് നമ്മൾ ടേബിളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. യഥാർത്ഥ സൊല്യൂഷനും സസ്പെൻഷന്റെയും സവിശേഷതകൾ. നമുക്കിനി ഇതൊന്ന് നോക്കാം. ഇവിടെ നിരീക്ഷണങ്ങളിലുള്ള വ്യത്യാസത്തിന് കാരണമായത് എന്തായിരിക്കും? ലീനത്തിന്റെ കണികകളുടെ വലിപ്പ വ്യത്യാസമായിരിക്കും അല്ലെ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊക്കെ വരാൻ കാരണം
ഇങ്ങനെ ഈ നിരീക്ഷണത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം കണികകളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം ആയിരിക്കില്ലേന്നാ. ആയിരിക്കില്ലേ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ചോക്കുപൊടി, എന്നാ പഞ്ചസാര ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണമെങ്കിൽ മറ്റതിനെ അപേക്ഷിച്ച് ഇതിന്റെ കണികകൾക്ക് എന്താണ് വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ വലിപ്പ വ്യത്യാസമായിരിക്കില്ലേ? അതെ അതെ. യഥാർത്ഥ ലായനിയിൽ ലീനകണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. ഓർത്ത് വെക്കണേ, യഥാർത്ഥ ലായനിയിൽ ലീനകണങ്ങളുടെ വലിപ്പം തീരെ കുറവാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് പോലും ഇവയെ കാണാൻ കഴിയില്ല, അത്രയും ചെറുതാണ്. ആയതിനാൽ അവയ്ക്ക് പ്രകാശം വിസരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രകാശബാധ ദൃശ്യമല്ല. ഈ പോയിന്റുകൾ ഓർത്ത് വെക്കണം. ചെറിയ കണികകളായതുകൊണ്ട് തന്നെ പ്രകാശം വിസരിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രകാശബാധ എന്താണ്? ദൃശ്യമല്ല. അതേ സ്ഥാനത്ത് നോക്ക്, സസ്പെൻഷനുകളിൽ ലീനകണങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ചോക്കുപൊടി, ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം. ചോക്കുപൊടി നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. വലിപ്പമുള്ളവയാണ്. അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. അവയ്ക്ക് എന്താ? വലിപ്പമുള്ളത് കൊണ്ട് തന്നെ പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്, വിസരിപ്പിക്കുന്നു. ലായനികൾ ഗുരുത്വാകർഷണം കാരണം കണങ്ങൾ എന്താണ്? ക്രമേണ അടിയുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അടിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അടിയുന്നു, ഗുരുത്വാകർഷണം കാരണം കണങ്ങൾ അടിയുന്നു. ഇവയെ അരിച്ചെടുക്കാൻ കഴിയില്ലേ? പഞ്ചസാര അരിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. എന്നാ ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം എന്താ? അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്കിന്റെ പൊടി കിട്ടുന്നുണ്ട്. അപ്പൊ അരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇത് പഠിക്കുമ്പോ ഈ 2 എക്സാമ്പിള് ഓർത്ത് വെക്കുക. ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം, പഞ്ചസാര ലായനി. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇത് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലാതെ ഈ കാര്യം നേരെ ബൈഹാർട്ട് പഠിക്കല്ല വേണ്ട. 2 എക്സാമ്പിള്, അതിന്റെ 2ന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പോവാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ആണ്. അതുപോലെ ലയത്വം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ലയത്വം, ലയത്വത്തെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലയത്വ കർവ്, താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് ലവണങ്ങൾക്ക് ജലത്തിലുള്ള ലയത്വത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ലയത്വ കർവ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലോബൽ സാൾട്ടിന്റെ പ്രത്യേകത പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രൂ സൊല്യൂഷൻ എന്താ, അല്ലെങ്കിൽ എന്താണ് സസ്പെൻഷൻ എന്താ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യഥാർത്ഥ ലായനി എന്താണ്, സസ്പെൻഷൻ എന്താണ്, അതിന് 2 ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര ലായനിയും ചോക്ക് എന്താണ്? ചോക്ക് ജലവുമായി കലർന്ന മിശ്രിതം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മൾ സവിശേഷതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണങ്ങൾ വലിപ്പം കൂടുതലാണ്, കണങ്ങൾക്ക് വലിപ്പം കുറവാണ്, പ്രകാശബാധ കടത്തിവിടുന്നുണ്ട്, പ്രകാശബാധ കടത്തിവിടുന്നില്ല, അരിച്ചെടുക്കാൻ സാധിക്കും, ഗുരുത്വാകർഷണം മൂലം അടിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊളോയിഡ്സിനെ പറ്റി പഠിക്കും. എന്താണ് കൊളോയിഡ്സ് എന്നുള്ളത്. അതിനുശേഷം ഈ യഥാർത്ഥ ലായനി, നമ്മളെ സസ്പെൻഷൻ, കൊളോയിഡ്സ്, ഇതിന്റെ 3ന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ അവിടെ പറയും. പട്ടിക എഴുതി നോക്കും. എന്നിട്ട് അത് 3 നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് പഠിച്ചാലാണ് കൊളോയിഡ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. ഇത് അറിയില്ലെങ്കിൽ കൊളോയിഡ് ഒന്നും മനസ്സിലാവില്ല. കാരണം ഇതും അതും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ ബാക്കിയാണ് എന്തെന്ന് പറയുന്നത്, കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗം വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. അടുത്തതൊക്കെ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നല്ലോണം നോക്കണം. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഈ ചാപ്റ്റർ തന്നെ മൊത്തത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. വലിയ ക്ലാസ്സിൽ പഠിക്കാനുള്ള പാടാണ്. അപ്പൊ ബേസ് നന്നായിട്ട് അറിഞ്ഞാലേ പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്